നിങ്ങൾക്ക് മൂന്നാൾക്ക് തരാനുള്ള പൈസ ഇതാ എൻ്റെ അടുത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരാളെ പൈസ ഞാൻ തരൂ, രണ്ടാളെ തരാത്ത എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? അറിയില്ല എനിക്ക് എന്താ പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാര്യാ. എടാ നാണണ്ടക്ക് നിങ്ങൾ മൂന്നെണ്ണ ഇറങ്ങിയിട്ട് കളച്ചാ കളയില്ല അത് അല്ലേ? ഒരു ചെയ്യണ പണിയിൽ ഒരു ലേശെങ്കിലൊക്കെ ആത്മാർത്ഥത കാണിക്കണം. ആൾക്കാരെ കയ്യിൽ പൈസ ഉണ്ടിച്ചിട്ട് വെറുതെ പിടിക്കുക. എന്താ വേഷവും പത്രാസൊക്കെ അങ്ങനെ കണ്ടാ മതി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ തോന്നും. എടാ കിളയ്ക്കാൻ വന്നാലടാ നിങ്ങൾ പറമ്പില് അല്ലേ? നിങ്ങടാ കുപ്പായത്തിലോ മുണ്ടിലോ എവിടെയെങ്കിലും ഒരു തരി മണ്ണായിട്ടുണ്ടോ? ഉണ്ടോ? രാവിലെ 9-9:30 ആകുമ്പോ അങ്ങനെ എഴുന്നള്ളി വരും. എന്നിട്ട് ആ കായക്കോട്ട് എടുത്ത് കൊണ്ടുപോയി അവിടെ ഒരു വത്ത്, പിന്നെ ഒരു വത്ത് കൂടി കൊത്തുമ്പോഴേക്ക് ഇതാ ബീഡി വലിക്കാനായി. അപ്പൊ നിന്ന് ബീഡി ഇങ്ങനെ വലിക്കുക, ആസ്വദിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തീർക്കുക. അപ്പോഴേക്ക് ഇതാ വെള്ളം കുടിക്കാനായി. വെള്ളം കുടി കഴിയുമ്പോഴേക്ക് ചായ കുടിക്കണം. ചായ കുടിക്കാറാകുമ്പോഴേക്ക് പിന്നെ ചോറും തിന്നണം. അപ്പോഴേക്ക് ഏതാ 2 മണിയായി. 3 മണി ആവണ എൻ്റെ 4 മണിയാവും. ചായ കുടിക്കണല്ലോ, സിഗരറ്റും ബീഡിയും വലിക്കണ്ടേ. അതിന്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു കൊണ്ടല്ലോ, അതെന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണമാതിരി വരാൻ തോന്നണമാതിരി പോവാൻ അതല്ലേ ഇടപാട്. അതിന് പൈസ എൻ്റെ അടുത്ത് കിട്ടില്ല. എന്താണ് നിങ്ങൾ മിണ്ടാത്ത്? അവ നിങ്ങളെന്താ പൊട്ടന്മാരാ? നിങ്ങളെ ആവശ്യത്തിന് പറഞ്ഞോ, ഞങ്ങള് കേട്ടോളാം. ഞങ്ങക്ക് പോയിട്ട് വരെ അത്യാവശ്യമൊന്നുമില്ലേ, കാശ് കിട്ടണം. ഈ ചാണക കേസ് ഒന്ന് തീർക്ക്. ഞങ്ങളെ പണി കഴിഞ്ഞിട്ട് പോവാൻ ഇരിക്കുക. സാറോട് വന്നിട്ട് പോവാന്ന് വെച്ചു. അതെ പോയിക്കോ, കുഴപ്പമില്ല. കാശ് കിട്ടിയില്ല. കാശ് തന്നില്ല. കാശ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കൊടുത്ത പൈസ അച്ഛൻ്റെ അടുത്തുണ്ട്. അച്ഛൻ കാശ് തരാതെ എന്തൊക്കെയോ കഥ പറഞ്ഞോണ്ടിരിക്കുക. തരില്ല ഞാൻ പറഞ്ഞില്ല, നോണ പറയരുത്. ഒരാളെ പൈസ കൊടുക്കും, 2 ആളെ പൈസ കൊടുക്കില്ല ഞാൻ പറഞ്ഞു. അച്ഛൻ കാശ് കൊടുത്തേ. അതും വേണ്ട. ഈ ഗൾഫിൽ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയുള്ള പൈസടാ. അത് വെറുതെ കണ്ടവന്മാർക്ക് കൊടുക്കാനുള്ളതല്ല. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ്. ഞങ്ങൾക്ക് ആ പൈസ തരാൻ പറ, പോയിട്ട് കാര്യം പറഞ്ഞ കാശ് മേടിച്ചോ. പൈസ കൊടുക്കില്ല. നിങ്ങൾ 2 പേരും കൂടി ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ തക്കി പോയിച്ചിട്ടല്ല, നീറ്റ് ഇറക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ അത് കൂടെ അങ്ങനെ പതുക്കെ പോയി നോക്കി. അപ്പൊ എന്താ പരിപാടി? ഇരുന്നിട്ട് വർത്താനം പറഞ്ഞോടി സോറ പറയാ. സാറേ ഇത് എന്താണ്? അടിമപ്പണി ചെയ്യാൻ വന്നതല്ലേ ഞങ്ങള് കൂലിപ്പണി ചെയ്യാൻ വന്നാണ്. അതിന് സമയമുണ്ട്, അതിനനുസരിച്ചുള്ള പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പണി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. താനൊന്നും ഉണ്ടായി സാറേ, പൈസ ഉണ്ടെങ്കിൽ സമയത്ത് തരണം, അല്ലെ ഞങ്ങൾക്ക് പൈസ വേണം. സ്ത്രീകളോട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. അച്ഛനാ കാശ് കൊടുക്കുക. പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പോയവിടുന്ന് സാറിന് അറിയാമോ മേടിച്ചോണ്ടിരിക്കുന്ന വെള്ളം മനുഷ്യനും ഇനി ഇവരെ തല്ലുകൂടി കൊണ്ട് എന്നെ കിട്ടണം, ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. സാറേ നിങ്ങളെ കയ്യാങ്കളിക്കും നിൽക്കണ്ടാ, നിങ്ങൾ പോയിക്കോ. ഞാൻ പറഞ്ഞു കണ്ണ് നിറഞ്ഞ് മേടിച്ചോണ്ടോ കാശ. ഇനി ഈ പറഞ്ഞ് പണിയെടുക്കാൻ ഞങ്ങൾ ഇവിടെ കാല് കുത്തൂലല്ലോ. അയ്യോ നിങ്ങൾ ഇവിടെ കയറില്ല കേട്ടാ, അവിടെ പോയിക്കോ. താനൊക്കെ ചത്താ പോലും ഒരു രൂപ പണെടുക്കാൻ ഞങ്ങളെ വിളിക്കട്ടെ. വയസ്സാം കാലത്ത് പണി കാണിക്കുന്നത് കൂടിയിട്ട് ഞാൻ ആശുപത്രി കൊണ്ട് കിടത്തണം. ഈ വീട്ടിലുള്ള മുഴുവൻ അതിനും പ്രാന്താണ്. അനാവശ്യം കണ്ട ആൾക്കാർ വർത്താനം പറയാൻ നിൽക്കുന്നത്. എന്താ കാര്യങ്ങൾ നിന്റെ വരക്കാറുണ്ട്. ആ പൈസ അതെ എന്താ എന്താണ്ടായേ? മറിമായം